ഐറ്ററേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഫോർ ലൂപ്പിന് ശേഷം നെക്സ്റ്റ് വരുന്ന ടൈപ്പ് ഓഫ് ലൂപ്പാണ് വൈൽ ലൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫോർ ലൂപ്പിനെ അപേക്ഷിച്ച് ഇത് കുറച്ചുകൂടെ ഡിഫറൻസ് ഉണ്ട്. ബട്ട് ഇത് കുറച്ചുകൂടെ മീൻസ് കൂടുതലും നമ്മൾ നമ്മുടെ ആപ്ലിക്കേഷൻസിൽ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഫോർ ലൂപ്പ് തന്നെയാണ്. പക്ഷേ വൈൽ ലൂപ്പ് കുറച്ചുകൂടെ സിമ്പിളുമാണ്. ബട്ട് വി ഹാവ് ടു യൂസ്, അത് യൂസ് ചെയ്യുമ്പോൾ ഒരല്പം ശ്രദ്ധിക്കണം. കാരണം ഇതിൻ്റെ ഈ ഐറ്ററേറ്റീവ് വേരിയബിൾ അല്ലെങ്കിൽ ആ എൻവയോൺമെൻറ്റ് ഇൻഫിനിറ്റ് ലൂപ്പിലോട്ട് പോകാനുള്ള ഒരു സാധ്യത വൈൽ ലൂപ്പിൽ ഉണ്ട്. ഓക്കെ, എനിവേ ഞാനതിൻ്റെ സിൻടാക്സ് ആദ്യം കാണിക്കാം. സോ വൈൽ ലൂപ്പ് വെച്ച് നമുക്കൊരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോർ ലൂപ്പിൽ ചെയ്ത പോലെ തന്നെ ഒരു ഡിജിറ്റ്സ് 1, 2, 3 നമുക്ക് പ്രിൻറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം വൈൽ എന്ന് പറയുന്ന ഒരു കീവേഡ് കൊടുക്കണം. ഓക്കെ, ഇവിടെ ഒരു കളർ ചേഞ്ച് നിങ്ങൾക്കറിയാം, കളർ ചേഞ്ച് വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു ലോജിക്കൽ എക്സ്പ്രഷൻ നമ്മൾക്ക് കൊടുക്കണം. ഇപ്പോൾ എനിക്ക് ഐ എന്ന് പറയുന്ന ഒരു വേരിയബിളിലാണ് ഈ കണ്ടൻറ്റ് അല്ലെങ്കിൽ വാല്യൂസ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ ഐ എന്ന് പറയുന്ന വേരിയബിൾ കൊടുക്കുന്നു. ഇറ്റ് ഈസ് ലെസ് ദാൻ 1, 2, 3 വരെ വരണം. സോ ഞാനിവിടെ ലെസ് ദാൻ 4 ആയിരിക്കുന്നിടത്തോളം ഈ ലൂപ്പ് കണ്ടിന്യൂ ചെയ്യണം എന്നാണ് പറയുക. എന്നിട്ട് ഈ വൈൽ ലൂപ്പിൻ്റെ അകത്ത് വരേണ്ട കാര്യങ്ങൾ ഞാൻ 4 സ്പേസ് അല്ലെങ്കിൽ ഒരു ടാബ് ഇൻറ്റൻറ്റ് ചെയ്ത് എഴുതുന്നു. 1, 2, 3, 4 പ്രിൻറ്റ് ഐ. എനിക്ക് ഐ ആണ് പ്രിൻറ്റ് ചെയ്യേണ്ടത്. ബട്ട് ഐ ഓൾറെഡി ഞാൻ ഡിഫൈൻ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ പുറത്ത് ഐ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ഇനി പക്ഷേ ഓരോ ഐറ്ററേഷൻ കഴിയുമ്പോഴും ഈ ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്ത് വരണം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഐ ഈക്വൽ ടു ഐ പ്ലസ് 1 എന്ന് പറയുന്ന കാര്യം കൂടെ കൊടുക്കണം. ഇത് കൊടുത്തില്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐയുടെ വാല്യൂ എപ്പോഴും 1 ആയിരിക്കും. അപ്പോൾ ഈ എക്സ്പ്രഷൻ എപ്പോഴും എപ്പോൾ ചെക്ക് ചെയ്താലും ഐ ലെസ് ദാൻ അല്ലെങ്കിൽ 1 ലെസ് ദാൻ 4 എന്ന് പറയുന്ന രീതിയിൽ വരും. അപ്പോൾ എപ്പോഴും ഈ ലൂപ്പിൽ തന്നെ ഇത് കിടന്ന് ഇൻഫിനിറ്റ് ലൂപ്പിലോട്ട് പോകും. സോ ഇത് ജസ്റ്റ് 1, 1, 1, 1 ഇങ്ങനെ പ്രിൻറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഇൻക്രിമെൻറ്റ് അല്ലെങ്കിൽ ഡിക്രിമെൻറ്റ്, അതുപോലെ ഈ കണ്ടീഷൻ എപ്പോഴെങ്കിലും ഒരു എക്സിറ്റ് സിറ്റുവേഷനിലോട്ട് വരുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. നേരെ മറിച്ച് ഫോർ ലൂപ്പിൽ ആ ഒരു സിറ്റുവേഷൻ ഇല്ല. കാരണം നമ്മൾ കൊടുക്കുന്ന ഒരു സീക്വൻസ് ഒബ്ജക്റ്റ്, ഇറ്റ് കുഡ് ബി ലിസ്റ്റ് ആവാം, ടപ്പിൾ ആവാം, അല്ലെങ്കിൽ സ്ട്രിങ് ആവാം, റേഞ്ച് ആവാം. അതെന്തായാലും ഒരു ഫൈനൈറ്റ് ആയിട്ടുള്ള ഒരു എൻഡ് ഉള്ള ഒരു ഒബ്ജക്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ വേരിയബിൾ ആയിരിക്കും. അതുകൊണ്ട് ആ ഒരു റിസ്ക് ഫോർ ലൂപ്പിൽ നമുക്കില്ല. ഓക്കെ, ബട്ട് വൈൽ ലൂപ്പിൽ ഇങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ ലൈക്ക് നമ്പർ ഓഫ് സിൻടാക്സും കാര്യങ്ങളുമൊക്കെ കുറച്ച് കുറവാണ്. ഇൻ ഓപ്പറേറ്റർ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓപ്പറേറ്റേഴ്സ് ഒന്നുമില്ല. ഓക്കെ, സോ വൈൽ ലൂപ്പ് ഓൾസോ നമുക്ക് യൂസ് ചെയ്യാം, ബട്ട് യൂസ് ചെയ്യുമ്പം കുറച്ചും കൂടെ കെയർഫുൾ ആവണം എന്ന് മാത്രം. ഓക്കെ, സോ 1, 2, 3 പ്രിൻറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഇപ്പോൾ എനിക്ക് നേരത്തെ പോലത്തെ മെസ്സേജ് എന്ന് പറയുന്നൊരു വേരിയബിൾ ഉണ്ടെന്ന് വിചാരിക്കുക. മെസ്സേജ് വെൽക്കം. സോ ഇതിലെ ഓരോരോ ക്യാരക്ടറായിട്ട് എടുത്ത് എനിക്ക് പ്രിൻറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് നമുക്ക് ആ ഇൻ ഓപ്പറേറ്റർ ഉള്ളത് കൊണ്ട് ഫോർ ലൂപ്പിൽ ഓരോരോ ക്യാരക്ടറായിട്ട് ആ വേരിയബിളിലോട്ട് എക്സ് എന്ന് പറയുന്ന വേരിയബിളിലോട്ട് വന്നുകൊണ്ടിരുന്നു. പക്ഷേ ഇവിടെ അത് അങ്ങനെ പറ്റില്ല. സോ നമ്മളത് ആ ക്യാരക്ടറായിട്ട് ഇൻഡെക്സ് ചെയ്തെടുക്കേണ്ടി വരും. ഇൻഡെക്സിങ് ഓപ്പറേഷൻ നമ്മൾ പറഞ്ഞിരുന്നു. സോ ഞാനിവിടെ ഐ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ഐ ലെസ് ദാൻ, എനിക്ക് ഫോർ എക്സാമ്പിൾ 1, 2, 3, 4, 5, 6, 7 ക്യാരക്ടേഴ്സാണുള്ളത്. സോ 7 ഞാൻ കൊടുക്കുന്നു. എന്നിട്ട് പ്രിൻ്റ് മെസ്സേജിലെ ith ക്യാരക്ടർ പ്രിൻ്റ് ചെയ്യണം. അതാണ് ഞാനിവിടെ പറയുന്നത്. എന്നിട്ട് ഐ ഈക്വൽ ടു ഐ പ്ലസ് 1 കൊടുക്കുന്നു. ഇപ്പോൾ ഇവിടെ വെൽക്കം വരെ പ്രിൻ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ ഞാൻ മാനുവലായിട്ട് ഇതിൻ്റെ ലെങ്ത് എത്രയാണെന്ന് കൗണ്ട് ചെയ്തിട്ട് ആ വാല്യൂ ആണ് ഇവിടെ കൊടുത്തത്. അതെനിക്ക് ഡൈനാമിക് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ വേറൊരു പ്രിൻറ്റ് മെസ്സേജ് അല്ലെങ്കിൽ വേറൊരു മെസ്സേജാണ് ഹലോ എന്നാണെന്നുണ്ടെങ്കിൽ ഞാനിത് വീണ്ടും 4 അല്ലെങ്കിൽ 5 എന്നാക്കേണ്ടി വരും. സോ അത് ഒഴിവാക്കാനായിട്ട് എനിക്ക് വേണമെങ്കിൽ ഇവിടെ ഡയറക്റ്റ് ഇതിൻ്റെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന കോഡ് കൂടി എഴുതാം. len ഓഫ് മെസ്സേജ് എന്ന് കൊടുത്താൽ മെസ്സേജിൻ്റെ അകത്ത് എന്താണോ അത് നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഇവിടെ വന്നുകൊള്ളും ഓട്ടോമാറ്റിക്കായിട്ട്. സോ ഇവിടെ ഞാൻ ഹലോ കൊടുത്താലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെസ്സേജ് കൊടുത്താലും ഇറ്റ് വിൽ അത് വർക്കായിക്കോളും. ഓക്കെ, സോ ഇങ്ങനെയുള്ള അഡീഷണൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ വൈൽ ലൂപ്പിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സോ മേക്ക് ഷുവർ ഈ ഇൻക്രിമെൻറ്റ് അല്ലെങ്കിൽ ഡിക്രിമെൻറ്റ് ഉള്ള കാര്യങ്ങൾ, ഇത് ഇപ്പം നമ്മൾ ഇൻക്രിമെൻറ്റ് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. നേരെ തിരിച്ചും വരുന്ന യൂസ് കേസസ് ഉണ്ട്. എനിവേ ഈ ഒരു എക്സിറ്റ് കണ്ടീഷൻ എപ്പോഴെങ്കിലും ഈ ലൂപ്പ് എക്സിറ്റ് ആവുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. ഇല്ലെങ്കിൽ ഇതൊരു ഇൻഫിനിറ്റ് ലൂപ്പിലോട്ട് പോകും. നമ്മുടെ പ്രോഗ്രാം ഇങ്ങനെ റൺ ആയിക്കൊണ്ടേയിരിക്കും. അങ്ങനെ വരുമ്പോൾ പിന്നെ നമ്മൾ അതിൽ നിന്ന് ബ്രേക്ക് ചെയ്യാനായിട്ട് ഒന്നെങ്കിൽ Ctrl+C പ്രസ് ചെയ്ത് ബ്രേക്ക് ചെയ്യണം, അല്ലെങ്കിൽ നോട്ട്ബുക്ക് എൻവയോൺമെൻ്റ് ഒക്കെ ആണെങ്കിൽ റൺ ടൈമിൽ പോയിട്ട് റീസ്റ്റാർട്ട് സെഷൻ, ഇൻറ്ററപ്റ്റ് എക്സിക്യൂഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കാനായിട്ട് ചെയ്യേണ്ടി വരും.